ഇടുക്കി ജില്ലയിൽ വ്യാജ പട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ രൂപീകരിച്ച സ്പെഷ്യൽ ടീം പ്രവർത്തനം ആരംഭിച്ചു. വ്യാജ പട്ടയങ്ങൾ നൽകിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന കുറ്റം പോലുള്ള വകുപ്പുകൾ മാത്രം ചുമത്തിയാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ അഴിമതി തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തുന്നടക്കമുള്ള നടപടിക്രമങ്ങൾ സ്പെഷ്യൽ ടീം പരിശോധിക്കും. IG കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമിനെ നിയമിച്ചതായി സംസ്ഥാന സർക്കാരാണ് ഹൈക്കോടതിയിൽ അറിയിച്ചത്. ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിനെയാണ് ഇക്കാര്യം അറിയിച്ചത്. മൂന്നാർ ചോലമല എസ്റ്റേറ്റിലാണ് സേതുരാമൻ ജനിച്ചു വളർന്നത്. ഇടുക്കി മുൻ കളക്ടറും സാമൂഹിക ക്ഷേമ വകുപ്പ് ഡയറക്ടറുമായ H ദിനേശൻ, ഇടുക്കി നാർക്കോട്ടിക് സെൽ DYSP പയസ് ജോർജ് എന്നിവരാണ് ടീമിലെ മറ്റംഗങ്ങൾ. പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥരെ കൂടുതലായി ടീമിൽ ഉൾപ്പെടുത്താനും അനുമതി നൽകി. വ്യാജ പട്ടയങ്ങൾ നൽകിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന കുറ്റം പോലെയുള്ള വകുപ്പുകൾ മാത്രം ചുമത്തിയാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. അഴിമതി തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകളൊന്നും ചുമത്തിയിരുന്നില്ല. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റങ്ങൾ റദ്ദാക്കുന്നത് പതിവായിരുന്നു. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് പ്രത്യേക ടീമിന് രൂപം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. മൂന്നാർ മേഖലയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനായി സ്പെഷ്യൽ തഹസിൽദാരെ നേരത്തെ നിയമിച്ചിരുന്നു. എന്നാൽ ഈ ഉദ്യോഗസ്ഥന് FIR രജിസ്റ്റർ ചെയ്യുവാനുള്ള നിർദ്ദേശം പോലീസിന് നൽകാൻ അധികാരമില്ലെന്ന് അമിക്കസ് ക്യൂറിമാരായ രഞ്ജിത്ത് അംബാനും ഹരീഷ് വാസുദേവനും ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ കോടതി സർക്കാരിന്റെ നിലപാട് തേടി. വിഷയം അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.